മലയാളത്തിൽ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഉത്തരം നളചരിതം ആട്ടക്കഥ. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വില്യം വേഡ്സ്വർത്ത്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ഏത്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആരാച്ചാർ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം കെ.ആർ. മീര. മലബാറിലെ ഔഷധസസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. നീർമാതളം പൂത്ത കാലം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം മാധവിക്കുട്ടി. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒഡീസി, ഇലിയഡ്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം വില്യം ഷേക്സ്പിയർ ജനിച്ച ദിവസവും മരണപ്പെട്ട ദിവസവുമാണ് ഏപ്രിൽ 23. വാസനാവികൃതി എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ. നന്ദനാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം പി.സി. ഗോപാലൻ. പി.എൻ. പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്ത്? ഉത്തരം ശാശ്വതമതം. കാക്കനാടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഉത്തരം ജോർജ് വർഗീസ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകം ഏത്? ഉത്തരം നിലവിലെ പുസ്തകം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാന്തം. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏത്? ഉത്തരം CMS പ്രസ്, കോട്ടയം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രത്തിന്റെ പേര് എന്ത്? ഉത്തരം സാഹിത്യലോകം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നതേത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. സാരേ ജഹാംസെ അച്ഛാ എന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഉറുദു ഭാഷ. ഇന്ത്യയിൽ സാഹിത്യമേഖലയിൽ നൽകുന്ന ഉയർന്ന പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. 1829 കേരളത്തിൽ ആദ്യത്തെ പൊതുവായനശാല സ്ഥാപിച്ചതാര്? ഉത്തരം സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്ത്? ഉത്തരം വായിച്ച് വളരുക. കേരള ഗ്രന്ഥശാലാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 14. ജൂൺ 19 ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം 2017. രമണൻ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള.